അക്ബറിന്റെയും ബിർബലിന്റെയും എത്രയാ കഥകൾ നമ്മൾ കഥയിൽ കേട്ടിരിക്കുന്നത്. ഇന്നും അക്ബറിന്റെയും ബിർബലിന്റെയും മറ്റൊരു കഥ നമുക്ക് കേൾക്കാം. മഹേഷ് ദാസ് എന്ന പേര് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? മഹേഷ് ദാസും അക്ബർ ബിർബൽ കഥകളുമായി ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധമെന്ന് കൂട്ടുകാർക്കറിയാമോ? ഈ കഥ കേട്ടു നോക്കും. ഒരിക്കൽ അക്ബർ മഹാരാജാവ് നായാട്ടിനായി പോയപ്പോൾ അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയപ്പോൾ വഴിയിൽ വെച്ച് മഹേഷ് ദാസ് എന്നൊരു യുവാവിനെ കണ്ടു. അക്ബർ മഹാരാജാവിന് തിരിച്ചു പോകാനുള്ള വഴി മഹേഷ് ദാസാണ് പറഞ്ഞു കൊടുത്തത്. വളരെ മിടുക്കനായി ഉത്തരം പറയുകയും രാജാവിനോട് സംസാരിക്കുന്ന രീതിയും കണ്ടിട്ട് രാജാവിന് മഹേഷ് ദാസിനെ ഇഷ്ടപ്പെട്ടു. രാജാവിന്റെ ഒരു മോതിരം മഹേഷിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇടയ്ക്ക് എന്നെ കാണാനായി കൊട്ടാരത്തിലേക്ക് ഒന്ന് വരണം. മഹേഷ് ദാസ് സമ്മതിച്ചു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ മഹേഷ് ദാസ് അക്ബർ മഹാരാജാവിനെ കാണാമെന്ന് കരുതി. അദ്ദേഹം കൊട്ടാരത്തിന്റെ വാതിക്കലെത്തിയപ്പോൾ അവിടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരൻ തടഞ്ഞു. അങ്ങനെയൊന്നും മഹാരാജാനെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് മഹാരാജാനെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് അനുവാദം മേടിക്കണം. മഹേഷ് ദാസ് അക്ബർ മഹാരാജ കൊടുത്ത ആ മോതിരം കാണിച്ചു. ആ മോതിരം കണ്ടപ്പോൾ ആ പടയാളിക്ക് ആ പഠന തോന്നി, മഹേഷ് ദാസിന് രാജാവിനെ ശരിക്കറിയാം, അല്ലെങ്കിൽ രാജാവ് മോതിരം കൊടുക്കുമോ? അയാൾ പറഞ്ഞു, താങ്കളെ ഞാൻ അകത്തേക്ക് കടത്തിവിടാം, പക്ഷേ മഹാരാജാവ് എന്ത് സമ്മാനം തന്നാലും അതിന്റെ പകുതി എനിക്ക് തരണം. മഹേഷ് ദാസ് സമ്മതിച്ചു. മഹേഷ് ദാസ് അങ്ങനെ കൊട്ടാരത്തിനകത്തേക്ക് കയറി അക്ബർ മഹാരാജാവിനെ കണ്ടു. അക്ബർ മഹാരാജാവ് മഹേഷ് ദാസിനെ തിരിച്ചറിഞ്ഞു. അവർ കുറച്ചുനേരം കുശലം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അക്ബർ മഹാരാജാവ് ചോദിച്ചു, നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത്? മഹേഷ് ദാസ് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടത് 50 അടിയാണ് മഹാരാജൻ. കൊട്ടാരത്തിലുള്ള എല്ലാവരും ഞെട്ടി. ഇയാളെന്താ മണ്ടനാണോ ഇങ്ങനെ കാണിക്കാൻ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അക്ബർ മഹാരാജാവ് ചോദിച്ചു, എന്താണ് ചെറുപ്പക്കാരാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾ എന്തിനാണ് ചാട്ടവാറിനുള്ള അടി ചോദിക്കുന്നത്? എനിക്കത് മാത്രം മതി മഹാരാജൻ, എനിക്ക് 50 അടി വേണം എന്ന് മഹേഷ് ദാസ് പറഞ്ഞു. രാജാവിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. മഹേഷ് ദാസിനെ അടിക്കാനായി കൊട്ടാരത്തിലുള്ള ഒരു ഭടൻ അകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അടി തുടങ്ങി. 25 അടി കഴിഞ്ഞപ്പോൾ മഹേഷ് ദാസ് ആ ഭടനോട് പറഞ്ഞു, നിർത്തൂ, എനിക്ക് മഹാരാജനെ ഒന്ന് കാണണം. അങ്ങനെ മഹേഷ് ദാസിനെ ആ ഭടൻ മഹാരാജന്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് മഹേഷ് ദാസ് പറഞ്ഞു, എനിക്ക് 25 എണ്ണം മതി, ബാക്കി 25 എണ്ണം ഈ കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുന്ന ഭടനെ കൊടുത്തേരെ. അക്ബർ മഹാരാജ ചോദിച്ചു, എന്താണ് മഹേഷ് ദാസ് പറയുന്നത്? ആദ്യം അടി വേണമെന്ന് പറഞ്ഞു. അടി തന്നപ്പോൾ പകുതി അടി മതി, ബാക്കി അടി ഈ ഭടന് കൊടുക്കാൻ പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു കാരണം? മഹേഷ് ദാസ് പറഞ്ഞു, ഞാൻ വന്നപ്പോൾ ഈ സ്വാർത്ഥനായ പടയാളി എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് എന്ത് സമ്മാനം കിട്ടിയാലും അതിന്റെ പകുതി അയാൾക്ക് കൊടുക്കണം. അയാൾ ചെയ്ത കാര്യത്തിന് ശിക്ഷാർഹമായി, അതുകൊണ്ടാണ് ഞാൻ 50 അടി വാങ്ങി ബാക്കി 50 അടി അയാൾക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് കരുതി മേടിച്ചത്. അക്ബർ മഹാരാജാവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അയാൾ ആ ഭടനെ 25 അടിയും കൊടുത്ത് ജയിലിലും ആക്കി. തന്റെ സത്യസന്ധത കണ്ട് അക്ബർ മഹാരാജാവിന് മഹേഷ് ദാസിന് വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ കൊട്ടാരത്തിലെ ഒരു മന്ത്രിയായി നിയോഗിക്കുകയും ചെയ്തു. കൂട്ടുകാർക്ക് മനസ്സിലായോ ആരാണ് ഈ മഹേഷ് ദാസ് എന്ന്? അന്ന് മുതൽ അക്ബർ രാജാവ് മഹേഷ് ദാസിന് കൊടുത്ത പേരാണ് ബിർബൽ. അന്ന് മുതലാണ് അക്ബറും ബിർബലും തമ്മിലുള്ള കഥകളും ഉണ്ടായി തുടങ്ങിയത്. ഈ കഥയിൽ കൂട്ടുകാർ കേട്ടില്ലേ എങ്ങനെയാണ് ബിർബലും അക്ബറും തമ്മിൽ കണ്ടുമുട്ടിയത്? പിന്നീട് അവർ നല്ല കൂട്ടുകാരായി, നല്ല രാജാവായും നല്ല മന്ത്രിയായും ഭരിച്ചു. വളരെയേറെ കഥകളുണ്ട് അക്ബറിന്റെയും ബിർബലിന്റെയും. കാതികയിലെ വരും എപ്പിസോഡുകളിൽ അതിന്റെ കഥകളും നമുക്ക് കേൾക്കാം. അടുത്ത കഥ പറയും വരെ നന്ദി, നമസ്കാരം.